Now, method, what are the methods? Okay. എങ്ങനെയാണ് കോഹറൻസ്? കോഹറൻസ് എന്ന് വെച്ചാൽ അത് ചിട്ടപ്പെടുത്തുന്നത് എങ്ങനെയാണ്? IELTS കോഹറൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്ക് വലിയ അത്യാവശ്യം ശരിക്കും ഫോക്കസ് ചെയ്ത ഒരു പോയിന്റ് ആണ് കോഹറൻസ്. എങ്ങനെയാണ് അത് നിങ്ങൾ അത് ബന്ധപ്പെടുത്തുന്നത്, എങ്ങനെയാണ് ഒരു സെന്റൻസ് മറ്റൊരു സെന്റൻസിന് ലിങ്ക് ചെയ്യുന്നത്, അത് വളരെ അത്യാവശ്യമായ ഒരു പോയിന്റ് ആണ്. കോഹറൻസിൽ മാർക്കുണ്ട് IELTS. ബട്ട് ഇവിടെ എങ്ങനെയാ? കോഹറൻസ് നോക്കുന്നില്ല, ഫ്ലുവൻസി നോക്കുന്നു, പ്രൊനൗൺസിയേഷൻ നോക്കുന്നു. ബട്ട് ഇങ്ങനെ ഒരു കണ്ടീഷനിൽ മാത്രമാണ് കോഹറൻസ് നോക്കുന്നത്. ഈ കോഹറൻസ് എന്താ? ഈവൻ നിങ്ങളുടെ എസ്സേയിലും കോഹറൻസ് ചെക്ക് ചെയ്യുന്നില്ല ഇവിടെ. ബട്ട് IELTS കോഹറൻസ് കൃത്യമായി ചെക്ക് ചെയ്തിട്ടാണ്. ആ കോഹറൻസ് ഇല്ലെങ്കിൽ അവിടെ സ്കോർ പലപ്പോഴും പോകും. അതുകൊണ്ടാണ് ഞാൻ പറയാറുള്ളത്, എസ്സേ എഴുതുമ്പോൾ റൈറ്റ് എ കോമ്പിനേഷൻ ഓഫ് സിമ്പിൾ, കോംപ്ലക്സ് ആൻഡ് കോമ്പൗണ്ട് സെന്റൻസ്. Write a combination of simple, complex and compound sentence. So paragraph coherence. Paragraph coherence എങ്ങനെയാണ്? 4 പ്രകാരമാണ്. ഓക്കെ, 4 രീതിയിലാണ്. ഒന്ന്, കീ നൗൺസ്. നൗൺസ് വെച്ചിട്ട് കോഹറൻസ് ചെക്ക് ചെയ്യും. നൗൺ കൃത്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ട്രാക്കിംഗ് ദ നൗൺസ് യു ഗെറ്റ് എ കോഹറൻസ്. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് പ്രോനൗൺ. പ്രോനൗൺ നോക്കിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യും. ലിങ്കിങ് വേർഡ്സ് വെച്ച് ചെക്ക് ചെയ്യും. പിന്നെ അടുത്തതാണ് പാരഗ്രാഫ് സ്ട്രക്ചർ. പാരഗ്രാഫ് സ്ട്രക്ചർ വെച്ചിട്ട് നമ്മൾ ലിങ്ക് ചെയ്ത് നോക്കും. അതെങ്ങനെയാ നോക്കുക എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കൂ, റിപ്പിറ്റീഷൻ ഓഫ് കീ നൗൺസ്. അവിടെ ആദ്യത്തെ പോയിന്റിൽ ഗോൾഡ് എ പ്രഷ്യസ് മെറ്റൽ ഈസ് പ്രൈസ്ഡ് ഫോർ 2 ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്, ഗോൾഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അടുത്ത ഗോൾഡ് എവിടെയാണ് നമ്മൾ നോക്കാറില്ല. പിന്നെ അത് കഴിഞ്ഞാൽ ഗോൾഡ്. ഇപ്പൊ ഇവിടെ നോക്കൂ, എത്ര പ്രാവശ്യം അല്ലെങ്കിൽ എത്ര സൈറ്റേഷൻ എന്നാ പറയാ, എത്ര പ്രാവശ്യം നമ്മൾ സൈറ്റ് ചെയ്തിട്ടുണ്ട് ആ നൗൺ, എത്ര പ്രാവശ്യം സൈറ്റ് എന്ന് വെച്ചാൽ CITE, സൈറ്റ്, SITE അല്ല, സൈറ്റ് CITE. അപ്പൊ എത്ര സൈറ്റേഷൻസ് ആണ് നമ്മൾ ഗോൾഡിനെ കണ്ടേക്കുന്നത്? അപ്പൊ 1, 2, 3 സൈറ്റേഷൻ ആണ് കണ്ടേക്കുന്നത്. അപ്പൊ ഗോൾഡിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നു. സോ റിപ്പിറ്റീഷൻ ഓഫ് നൗൺസ്, ഇത് എല്ലാത്തിനെയും കോമ്പിനേഷൻ ആണ്. നൗൺ മാത്രമല്ല, നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ടി വരും. ബട്ട് നമുക്ക് ആദ്യം നൗൺ വെച്ച് തുടങ്ങാം. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ അറിയാം, വി ഹാവ് 3 സൈറ്റേഷൻസ് ഓഫ് നൗൺ. അപ്പോ ഇവിടെ കീ നൗൺ എന്ന് വെച്ചാൽ കീ നൗൺ എന്ന് പറയാനും കാരണമുണ്ട്. അപ്പോ അല്ലെങ്കിൽ ഇവിടെ നോക്കിയാൽ ബ്യൂട്ടി ഒരു നൗൺ ആണ്, ജ്വല്ലറി ഒരു നൗൺ ആണ്, കോയിൻസ് ഒരു നൗൺ ആണ്, ആപ്ലിക്കേഷൻസ് ഒരു നൗൺ ആണ്, ഇൻഡസ്ട്രി ഒരു നൗൺ ആണ്, സയൻസ് ഒരു നൗൺ ആണ്. ഈ നൗണുകളെ എടുത്തിട്ടില്ല. പക്ഷെ എന്തിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്? ഇത് മെയിൻ ആയിട്ട് തീം എന്തിനെ കുറിച്ചാണ്? എപ്പോഴും നമ്മൾ റീ ഓർഡർ പാരഗ്രാഫ്സ് ചെയ്യുമ്പോൾ ഒരു തീം മനസ്സിലാക്കണം. എന്തിനെ കുറിച്ച്, ഇത് എന്തിനെ കുറിച്ചാണ് കൃത്യമായി പറയുന്നത്, വിവരിക്കുന്നത്. വാട്ട് ഈസ് ദ ഡിസ്ക്രിപ്ഷൻ ഓൾ അബൌട്ട്? സോ ഇഫ് യു ആർ ഏബിൾ ടു ട്രാക്ക് the description about the title, okay, then you are able to track what comes first. എന്താണ് ആദ്യം വരണ്ടേ എന്ന് മനസ്സിലാവും. അപ്പൊ ഇവിടെ നോക്കിയാൽ അറിയാം, മൊത്തത്തിൽ പൊതുവെ സൈറ്റേഷൻ നോക്കിയാൽ അറിയാം ഗോൾഡിനെ കുറിച്ചാണ്. സോ ദെൻ യു ആർ ഏബിൾ ടു റീഡയറക്ട് യുവർ സെൽഫ് there now. ഇത് ഗോൾഡിനെ കുറിച്ചാണ്, ഇത് ഗോൾഡിനെ കുറിച്ചാണ്. അപ്പൊ കൂടുതലും ഗോൾഡിനെ കുറിച്ചാണെങ്കിൽ so the main topic is gold. So then I am able to track the first line easily. Appo ആദ്യത്തെ problem solve ആയി. We are able to understand which is the first sentence, which is the title sentence. ഇതിനെ വേറൊരു പേരും കൂടി പറയും, ഇതിനെ title sentence എന്നും കൂടി പറയും. Okay, what is the main thing? Okay, use of synonyms. Okay, use of synonyms. അപ്പോൾ നമ്മൾ ഇനി അടുത്ത കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നത്, ഒരു നൗൺ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ പര്യായം അല്ലെങ്കിൽ സിമിലർ വേർഡ് വിത്ത് സംവാട്ട് സിമിലർ മീനിങ്. സിമിലർ വേർഡ്, നോട്ട് എക്സാക്ട്ലി സിനോണിം. സിനോണിം എന്ന് വെച്ചാൽ പര്യായം, നോട്ട് എക്സാക്ട്ലി സിനോണിം, ബട്ട് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഡും കൂടി ചിലപ്പോൾ അവിടെ കാണും. അപ്പൊ നൗൺ മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ ഗോൾഡിന് മാത്രമല്ല നമ്മൾ അന്വേഷിച്ചാൽ പോയാൽ ശരിയാവില്ല. ചിലപ്പം ഒരു ലസ്ട്രസ് മെറ്റീരിയൽ എന്ന് കൊടുക്കുന്നു, ഗോൾഡിനെ കുറിച്ച് പറഞ്ഞിട്ട് അടുത്ത ലൈനിൽ ലസ്ട്രസ് മെറ്റീരിയൽ എന്ന് കൊടുക്കുന്നു, മെറ്റൽ എന്ന് കൊടുക്കുന്നു, സോറി,
ലസ്ട്രസ് മെറ്റൽ എന്ന് കൊടുക്കുന്നു. സോ ഇവിടെ ഗോൾഡിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ലസ്ട്രസ് മെറ്റൽ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് a sign that it is hinting towards gold. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നോട്ടം എവിടെ ഉണ്ടാവേണ്ടത്, ടൈറ്റിൽ നമ്മൾ അസർട്ടൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ ശ്രദ്ധ വരേണ്ടത് വി ഹാവ് ടു ഫോക്കസ് ഓൺ സിനോണിംസ്. ഈ സിനോണിംസ് ഫോക്കസ് ചെയ്തില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ തെറ്റിപ്പോവാൻ സാധ്യത കൂടുതലാണ്. സോ വാട്ട് യു ഹാവ് ടു ഡു, യു ഹാവ് ടു ഫോക്കസ് യുവർ സെൽഫ് ഓൺ സിനോണിംസ്. സോ ഗോൾഡ് ആണെങ്കിൽ ലസ്ട്രസ് മെറ്റീരിയൽ, അപ്പൊ ലസ്ട്രസ് മെറ്റൽ എന്ന് കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ എക്സാമ്പിൾ ആണ് പറയുന്നത്, അവിടെ അത് തന്നെ ഉണ്ടാവണമെന്നില്ല. അപ്പോ അത് നമുക്ക് പെട്ടെന്ന് ട്രാക്ക് ചെയ്യാം. ദിസ് ഇസ് അബൌട്ട് ഗോൾഡ്. അപ്പൊ ഇവിടെ നോക്കിയാൽ അറിയാം, the surrounding in which we carry out our daily works are very important to us. Okay, we are continually aware of our environment as we go about our business. Okay, you see surroundings എന്താണ്, ഒരു noun form ആയിട്ട് എടുത്തു. Surrounding is related to environment. So surrounding and environment. Okay, അപ്പൊ ഇനി അടുത്തത് നോക്കാം, pronouns. Okay, pronouns നോക്കാം. Pronouns ഇവിടെ നോക്കിയാൽ അറിയാം, വിത്തൗട്ട് പ്രോനൗൺസ്. ഇവിടെ വിത്തൗട്ട് പ്രോനൗൺ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, the boss said that the boss was in a hurry. ആദ്യത്തെ ലൈൻ നോക്കാം കേട്ടോ. The boss said that the boss was in a hurry. The boss was late for picking the boss's wife up at the airport, but the boss did not know where the airport was. അപ്പൊ ഇത് പ്രോനൗൺ വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, the boss said he was in a hurry, he was late for picking his wife up at the airport, but he did not know where it was. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം എന്താണ്, they have used ample of pronouns and this is pronoun എന്താ, ആ ഒരു noun റിപ്പീറ്റ് ചെയ്യാതെ he, she, it എന്ന് ഉപയോഗിക്കുന്നു, they. ഓക്കെ, അപ്പൊ പ്രോനൗൺ ഉപയോഗിക്കുന്നു. അപ്പൊ ഇവിടെ നോക്കിയാൽ അറിയാം പ്രോനൗണിന്റെ ഉപയോഗം എവിടെ വന്നേക്കുന്നത്. ആദ്യം ഗോൾഡ് എന്ന് പറഞ്ഞു. ഇവിടെ നോക്കിയാൽ therefore it is suitable for jewelry, coins and ornaments. Its usefulness, it has been used in hundreds of industrial application. അപ്പൊ it എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത് ഗോൾഡിനെ കുറിച്ച് തന്നെയാണ് റെഫറൻസ്. ബട്ട് നമ്മൾ ഇവിടെ ഇറ്റ് കാണുമ്പോൾ is it related to gold? Yes, because read the full sentence, it is suitable for jewelry. Gold is its usefulness. So എന്താണ് is its usefulness എന്ന് പറയുമ്പോൾ അത് വീണ്ടും അടുത്ത റെഫറൻസ് ആണ്. For many years it has been used. അപ്പോ ഇതെല്ലാം ഗോൾഡിനെ കുറിച്ചാണ്. അപ്പൊ ആദ്യം നമ്മൾ നൗൺ ഉപയോഗിച്ചു, പിന്നെ നൗണിന്റെ റിപ്പിറ്റേറ്റീവ് യൂസേജ് കുറയ്ക്കാൻ വേണ്ടി പ്രോനൗൺസ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾ വായിക്കുന്ന റീഓർഡർ പാരഗ്രാഫ്സിൽ പ്രോനൗൺ കൊടുത്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുക. അപ്പൊ നൗൺ മനസ്സിലായി, പ്രോനൗൺ നമുക്ക് മനസ്സിലായി അല്ലെ. ഗോൾഡ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാതെ പ്രോനൗൺ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ പ്രോനൗൺ ഉപയോഗിച്ചാലാണ് അവിടെ ആ ഒരു ഗോൾഡ് എന്ന് റിപ്പീറ്റ് ചെയ്യാത്തത്. അപ്പൊ റീഓർഡർ പാരഗ്രാഫിൽ നമ്മൾ വീണ്ടും ഗോൾഡ് നമുക്ക് ചിലപ്പോൾ കാണണമെന്നില്ല. അപ്പൊ ഗോൾഡിന്റെ സ്ഥാനത്ത് ഇറ്റ് ഇസ് സൂട്ടബിൾ ഫോർ. ഓക്കെ, ഇപ്പൊ കൗവിനെ കുറിച്ച് ഒരു എസ്സേ എഴുതുന്നു. ഓക്കെ, കൗ is said to be adorable animal. Okay, first thing, it gives milk, it has 4 legs, it has 2 ears. അപ്പൊ ഇറ്റ് എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ബട്ട് ഇപ്പൊ ഇതിന്റെ സ്ഥാനത്ത് cow is an adorable animal, cow has 4 legs, cow has 2 ears, it becomes repetitive. അപ്പൊ നമ്മൾ ഒരു എസ്സേ എഴുതുമ്പോഴും ഒരു റെപ്രസെന്റേഷൻ, ഒരു പാരഗ്രാഫ് വായിക്കുമ്പോഴും നൗൺ കണ്ടമാനം കടന്ന് റിപ്പീറ്റ് ചെയ്യില്ല. ആ റിപ്പീറ്റേഷൻ എന്താ വരാത്തത്, അത് പ്രോനൗൺ ആയിട്ട് മാറും. അങ്ങനെയാണ് അത് എന്താ പറയാ ഗ്രാമറിന്റെ റൂൾസ്. അപ്പൊ അതിനനുസരിച്ചാണ് ഇവിടെ പ്രോനൗൺ ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾ പ്രോനൗൺ ശ്രദ്ധിക്കണം. ഇനി അടുത്തതാണ് ലിങ്കിങ് വേർഡ്സ്. അപ്പൊ ലിങ്കിങ് വേർഡ്സ് എന്താണ്? വേർഡ്സ് കണക്ട് ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പൊ വേർഡ്സ് കണക്ട് ചെയ്യണമെങ്കിൽ ലിങ്കിങ് വേർഡ്സ് നമ്മൾ പല സ്ഥലത്തും നമ്മൾ റെഫറൻസ് പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ക്ലാസ് അറ്റൻഡ് ചെയ്തവരോട് റീറ്റെൽ ലെക്ചർ നമ്മൾ ചെയ്യുമ്പോൾ മോർ ഓവർ, ഇൻ എഡീഷൻ, ഓൺ ടോപ്പ് ഓഫ് ദാറ്റ്, കുറെ നമ്മൾ ടെംപ്ലേറ്റ് പഠിച്ചപ്പോഴും നമ്മൾ ലിങ്കിങ് വേർഡ്സ് പഠിച്ചു. ആൻഡിന്റെ സ്ഥാനത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ
സെക്കൻഡ്ലി, തേർഡ്ലി, ലാസ്റ്റ്ലി അങ്ങനെയൊക്കെ വേർഡ്സിന്റെ റെഫറൻസ് വരുന്നുണ്ടെങ്കിൽ അത് ലിങ്കിങ് വേർഡ്സ് ആണ്. ഓക്കെ, അപ്പോ ഇവിടെ നോക്കിയാൽ അറിയാം ഗോൾഡ് എ പ്രഷ്യസ് മെറ്റൽ. അപ്പൊ നമ്മൾ ആദ്യം ടൈറ്റിൽ സെന്റൻസ് കണ്ടെത്തി. ടൈറ്റിൽ സെന്റൻസ് കണ്ടെത്തി കഴിഞ്ഞാൽ അടുത്ത സെന്റൻസ് നമ്മൾ ലിങ്ക് ചെയ്യണമെങ്കിൽ എപ്പോഴെങ്കിലും ചിലപ്പോൾ ക്രോണോളജിക്കൽ ഓർഡർ കാണിക്കണമെങ്കിൽ ചില സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ അല്ലെങ്കിൽ ഫസ്റ്റ്ലി അല്ലെങ്കിൽ പ്രൈമർലി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പ്രൈമർലി അല്ലെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അല്ലെങ്കിൽ ഫസ്റ്റ്ലി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുക ടൈറ്റിൽ ലൈൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത ലൈൻ വരുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ, ഫസ്റ്റ്ലി അല്ലെങ്കിൽ പ്രൈമർലി എന്നായിരിക്കും. അപ്പോ ആ റെഫറൻസ് നമ്മൾ എടുക്കണം. എന്നിട്ട് മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ gold has a lustrous beauty that is resistant to corrosion. Okay, therefore it is suitable for. അപ്പൊ ഇവിടെ നോക്കൂ, അപ്പൊ lustrous and resistant to corrosion, therefore അപ്പൊ അത് കാരണത്താൽ therefore it is suitable for jewelry. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അത് ലിങ്ക് ചെയ്തു. അപ്പൊ ലിങ്കിങ് വേർഡ്സ് വെറുതെ ഇറ്റ് ഇസ് സൂട്ടബിൾ ഫോർ എന്നായിരുന്നെങ്കിൽ നമുക്ക് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവില്ല. ഈ ഒരു റിസൾട്ട് കാരണം കൊണ്ടാണ് ഇത് കൊറോഷൻ എന്ന് വെച്ചാൽ പെട്ടെന്നത് ദ്രവിച്ചു പോവുകയോ അല്ലെങ്കിൽ ഇല്ലാതാവുകയോ പോവുകയോ ചെയ്യില്ല. അപ്പം കൊറോഷൻ എന്ന് പറയുമ്പോൾ കൊറോസീവ് നേച്ചർ കെമിസ്ട്രി പഠിച്ചവർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. സയൻസ് സ്ട്രീം ആണെങ്കിൽ കൊറോഷൻ അറിയുന്നവരാണ്. ഓക്കെ, അപ്പൊ ഇറ്റ് ഇസ് റെസിസ്റ്റന്റ് ടു കൊറോഷൻ. അപ്പൊ തേയ്മാനം സംഭവിക്കാത്ത ഒരു സാധനം കൊറോഷൻ. അപ്പോ അതുകൊണ്ട് പെട്ടെന്ന് തേയ്മാനം സംഭവിക്കാത്ത കാരണം therefore it is suitable for jewelry, coins and ornamental purposes. അപ്പൊ ഇത് നമ്മൾ ഈ ലിങ്ക് ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. എവിടെയാണ് നമുക്ക് അടുത്ത കണക്ഷൻ വരുന്നത്? ഇവിടെ നോക്കാം. ഇനി അടുത്തത് ലിങ്കിങ് കൊടുത്തേക്കുന്നത് such as photography and dentistry. എക്സാമ്പിൾ പറയാൻ വേണ്ടി വീണ്ടും ലിങ്ക് ചെയ്തു. For many years it has been used in hundreds of industrial applications such as photography and dentistry. അപ്പൊ കൃത്യമായി മനസ്സിലാക്കേണ്ടത് നമ്മൾ എപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ലിങ്കിങ് വേർഡ്സ് മനസ്സിലാക്കണം. ഓക്കെ, നെക്സ്റ്റ് ലോജിക്കൽ സീക്വൻസിങ് മനസ്സിലാക്കേണ്ടത് നമ്മൾ അത്യാവശ്യമാണ്. മനസ്സിലായി? ഇത് മനസ്സിലാക്കണമെങ്കിൽ ലോജിക്കൽ സീക്വൻസിങ് 3 പാർട്ടായിട്ടാണ് തിരിച്ചേക്കുന്നത്. ഒന്ന് ടൈം, ഇമ്പോർട്ടൻസ്, കോൺട്രാസ്റ്റ്. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടാവും, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവാതെ പോകും. അപ്പൊ എല്ലാവരും ഫോക്കസ് ചെയ്ത് ഈ കാര്യം ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ ടൈം, ഇമ്പോർട്ടൻസ് ആൻഡ് കോൺട്രാസ്റ്റ്. അപ്പൊ ആദ്യം നമ്മൾ എന്താ പഠിച്ചത്? ഇവിടെ നോക്കൂ, ലിങ്കിങ് വേർഡ്സ്, പ്രോനൗൺ, നൗൺ. ഓക്കെ, അപ്പോ കീ നൗൺ, പ്രോനൗൺ, ലിങ്കിങ് വേർഡ്സ്. അപ്പോ നമ്മൾ നൗൺ വെച്ച് മാച്ച് ചെയ്തു. നൗൺ കണ്ടമാനം ഉള്ളപ്പം നമ്മൾ പ്രോനൗണും കൂടി ചെയ്യണം. അടുത്തതാണ് ലിങ്കിങ് വേർഡ്സ്. നമ്മൾ ലിങ്കിങ് വേർഡ്സ് കറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കണം. അപ്പോ ഇന്നത്തെ ടാസ്ക് എന്താ വെച്ചാൽ ഇനി ലോജിക്കൽ സീക്വൻസിംഗിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ദിസ് റീഓർഡർ പാരഗ്രാഫ് ഇസ് ഇറ്റ്സെൽഫ് ഓഫ് 36 pages. നമ്മൾ എത്തിയേക്കുന്നത് 18 ഇനി 18 പേജ് കൂടിയുണ്ട്. കുറെ കാര്യങ്ങൾ വിവരിച്ച് പറയാനുണ്ട്. നമുക്ക് അടുത്ത മാസ്റ്റർ ക്ലാസ്സിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ വരാം. ബട്ട് ഇത് മനസ്സിലാക്കേണ്ടത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വി ആർ ഗോയിങ് ടു ഗെറ്റ് ലോസ്റ്റ്. അപ്പൊ ഇന്നത്തേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും റീഓർഡർ പാരഗ്രാഫ് ചെയ്ത് നോക്കൂ. ചെയ്യാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കാം. നൗൺ എവിടെയാണ് വന്നേക്കുന്നത്, കീ നൗൺ എവിടെ വന്നു, ടൈറ്റിൽ എവിടെയാണ് വന്നേക്കുന്നത്, എന്തിനെ കുറിച്ചാണ് പറയുന്നത്, ടൈറ്റിൽ ലൈൻ എവിടെയാണ്, അത് കഴിഞ്ഞിട്ട് പ്രോനൗൺ എവിടെയാണ്, എവിടെയൊക്കെയാണ് ലിങ്കിങ് വേർഡ് ഉപയോഗിച്ചത്. ഈ 3 ലോജിക് വെച്ചിട്ട് എനിക്ക് എവിടെയാണ് റീഓർഡർ ചെയ്യാൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കാം.